ഇനി സഹോദരന്മാരെ, രണ്ടാമത്തെ കളവാണ് പിടികൂടാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്ന കളവ് എന്താണെന്നറിയോ? മൗലവി പറയുന്നത് ഫത്ഹുൽ മുഈനിന് പേരോട് അംഗീകരിക്കുന്ന ഒരു പരിഭാഷ ഉണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ പരിഭാഷയും ഫത്ഹുൽ മുഈനിനും ഇല്ല, ഖുർആനിനും ഒരാളും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ പരിഭാഷയില്ല. കാരണം ആ പരിഭാഷകളൊന്നും അതിന്റെ മൂലഗ്രന്ഥങ്ങളോട് ഒരുപോലെ അതിന്റെ ശരിയായ വശം സൂക്ഷിച്ചിട്ടില്ല, നീതി കാണിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പരിഭാഷക്കാർ കാരണം അവർക്ക് അവരുടെ കിതാബിന്റെ ഇബാറത്തിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിക്കാത്ത ചില രീതിയ പരിഭാഷകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സുൽത്താൻ ഔലിയ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളത്തരീക്കത്തിന്റെ ശൈഖ് ഉണ്ട് ആലുവായി. അയാളെടുത്ത് വലിയ പൊരുത്തം വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ഫൈസി പരിഭാഷ എഴുതിയിട്ടുണ്ട് ഫത്ഹുൽ മുഈൻ. പിന്നൊന്ന് എഴുതി, ഇന്നലെ ഞാൻ വായിച്ചതില്ലേ മാനസിക രോഗി എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് മൗലവിയാണ് KVM ബന്ദാവൂർ, അയാളെ പരിഭാഷകളെ ഞാൻ വായിച്ചതില്ലേ. ബിംബത്തിന് ആരാച്ചാലും അള്ളാനെയാണ് എന്ന് പറഞ്ഞ് ആ മൗലവി എഴുതിയ പരിഭാഷ. ഇങ്ങനത്തെ ഒരൊറ്റ പരിഭാഷ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയാം, അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോ പറയും ചില പരിഭാഷകളൊക്കെ ആരെങ്കിലും അവതാരിക എഴുതിയിട്ടുണ്ടാവും. ഈ അവതാരിക എഴുതാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോ പുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് ഒരാളും അവതാരിക എഴുതാറില്ല. അങ്ങനെ നമ്മളെ നാട്ടിൽ പതിവില്ല. അങ്ങനെയല്ലാതെ ഞാനൊട്ട് എഴുതാറില്ല കേട്ടോ. എന്റെ അടുക്കൽ ഒരുത്തനോ അന്ന് കൊണ്ടു തന്നാൽ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടല്ലാതെ ഞാൻ എഴുതില്ല. നേരെ മറ്റ് സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല. ഒരാൾ കൊണ്ടു കൊടുത്താൽ വേറെ അവതാരിക എഴുതിക്കും. അങ്ങനെ പലരും അവതാരിക എഴുതിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അവതാരിക എഴുതിയവരെ കുറ്റം പറയേണ്ട, അവർക്കത് അബദ്ധം പറ്റിയതാണ്. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, 100% അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു പരിഭാഷയും ഫത്ഹുൽ മുഈൻ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ പേരോട് അംഗീകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സുൽത്താൻ ഔലിയാന്റെ തരീക്കത്തിലുള്ള ആളും അതുപോലെ തന്നെ നമ്മളെ വേങ്ങാട് തരീക്കത്തിലുള്ള ആളൊക്കെ എഴുതിയ പരിഭാഷ പേരോട് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളും വിശ്വസിക്കൂലല്ലോ. അതിന് മൗലവി ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞു അറിയോ? സൈനുദ്ദീൻ മഖ്ദൂമിന് എന്ന അതിനൊരു പരിഭാഷ ഉണ്ട്. ഫത്ഹുൽ മുഈന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ ഉണ്ട്. അതാ വായിക്കുന്നത്. എവിടെ വായിച്ചത്? സൈനുദ്ദീൻ മഖ്ദൂമിന് ഫത്ഹുൽ മുഈന്റെ ഒരു പരിഭാഷ മൗലവിമാര് കാണിച്ചു തന്നാൽ, സലഫികൾ കാണിച്ചു തന്നാൽ, നിങ്ങൾ എന്റെ ചെരുപ്പ് എടുക്കലല്ല, എല്ലാ സലഫിക്കും ഓരോ ചെരുപ്പ്, എല്ലാ സലഫികൾക്കും ഓരോ ചെരുപ്പ് ഞാൻ വാങ്ങിത്തരും. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒരു പരിഭാഷകൾ കാണിച്ചു തരണം ഫത്ഹുൽ മുഈൻ. എന്നാ പിന്നെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാർ. ഇതാ നിങ്ങൾ നോക്കൂ, ഫത്ഹുൽ മുഈൻ പരിഭാഷ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷയാണ്. അതിൽ കാണാം. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ നാദാപുരത്തെ അലിമികളെ പഠിപ്പിക്കാൻ വന്ന ആളാ ഇയാള്. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ, അപ്പൊ ഇങ്ങനെ ഒരു പരിഭാഷ അതിങ്ങ് കൊണ്ടെത്തന്നാൽ എല്ലാ സലഫികൾക്കും പേരോടിന്റെ വകയിൽ ഓരോ ചെരുപ്പ്. ഈ മൗലവിക്ക് മാത്രമല്ല, എല്ലാവർക്കും ചെരുപ്പ്. പെരുന്നാളിന്റെ തലേന്ന് വന്നോളി, ഒരു ചോദ തട്ടും. ഇന്നലെ ഞാൻ കാണിച്ചില്ല മൗലവിന്റെ തട്ടോ, ദുബായിലെ തട്ടോ, അങ്ങനത്തെ ഓരോ തട്ടോ എല്ലാം